പെൺകുട്ടികൾ പ്രായഭേദമന്യേ റേപ്പ് ചെയ്യപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണിത്. അക്കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ പിടിക്കപ്പെട്ട് ജയിലറകളിൽ കഴിയുന്നുണ്ട്. മിക്ക ആൾക്കാരെയും പിടിക്കുമ്പോൾ അവരുടെ ഒരു കൾച്ചറോ അവരുടെ രീതികളോ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള നമ്മുടെ ഈ പറയുന്ന നിർഭയ കേസിൽ പോലും അതിലെ പ്രതികൾ ഈ പറയപ്പെടുന്ന ഒരു BBC ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ടായിരുന്നു, തങ്ങളുടെ സിറ്റുവേഷൻസ് അതായിരുന്നു, തങ്ങൾ വളർന്ന സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, സ്വന്തം അമ്മയെ വരെ റേപ്പ് ചെയ്യുന്നത് കണ്ടു വളർന്നവരാണ് എന്നൊരു കമൻസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പ്രതികൾ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവർ വളർന്നിരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ന്യായവാദങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇവിടെ ഈ സുകാന്ത് സുരേഷ് എന്ന് പറഞ്ഞ IB ഉദ്യോഗസ്ഥൻ, അവൻ കാരണം മരണപ്പെട്ട ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു IB ഉദ്യോഗസ്ഥ. അപ്പോൾ സുകാന്ത് സുരേഷിനെ നമ്മൾ എന്തു വിളിക്കും? അവൻ്റെ പണവും പദവിയും അതോടൊപ്പം അവൻ്റെ വിദ്യാഭ്യാസവും, ഭാവിയിൽ കളക്ടറാകാനിരുന്നിരുന്നവൻ, 2 വട്ടം പ്രിലിംസ് എഴുതി ജയിച്ചവൻ, അവനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഗോവിന്ദചാമി ജൂനിയർ എന്ന് വിളിക്കണം? ഗോവിന്ദചാമിയൊക്കെ എത്രയോ ഭേദമാണ് ഇവൻ കാണിച്ച ഈ വൃത്തികേടിന് മുമ്പിൽ. അവൻ ഒരാളെയല്ല, അതേ ഓഫീസിൽ തന്നെയുള്ള വേറൊരു ഉദ്യോഗസ്ഥയും അവൻ ഇതേ തരത്തിലെത്തി. അവരിപ്പോൾ മാനസിക ആരോഗ്യത്തിന് ചികിത്സയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ അവനെ കിട്ടിയിട്ടില്ല. അതെ, ഇത്ര ദിവസമായി സംഭവം നടന്നിട്ട്, ഈ ഒരു വ്യക്തിയെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി. അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം ഈ പറയുന്ന ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഒരു തവണ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു, അതായത് സ്വന്തം വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവനെ കണ്ട അയൽവാസികളുണ്ട്. അതിനുശേഷം ആ കുടുംബത്തിലെ ആരെയും കണ്ടിട്ടില്ല. ആ കുടുംബത്തിൽ നമ്മൾ വാർത്തകളൊക്കെ കണ്ടപ്പോൾ ആ കുടുംബത്തിൽ അവരുടെ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ പട്ടിയാണേലും പശുവാണേലും കോഴികളാണേലും ഒക്കെ ഉണ്ട്. അവരെ പോലും അല്ലെങ്കിൽ ആ മൃഗങ്ങളെ പോലും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞേക്കും. അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത്രയും 8 പശുക്കളോളം ഇപ്പൊ പഞ്ചായത്ത് ഏറ്റെടുക്കാൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ പോലും ജീവന് ഭീഷണിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ മിണ്ടാപ്രാണികളെ പോലും ഒന്ന് പരിഗണനയിൽ വെക്കാതെ അല്ലെങ്കിൽ അയൽവാസികളോടൊന്ന് പറയുക പോലും ചെയ്യാതെ രായ്ക്കരായ്മാണ് അവിടെ നിന്ന് മുങ്ങി. എന്തായാലും മകനെയും അച്ഛനെയും അമ്മയും ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണെന്നോ ഒരു വിവരവും ഇല്ല. നമുക്കറിയാം, ആദ്യം ഈ പറയുന്ന സുകാന്തിനെ പ്രതി ചേർത്തിട്ടില്ലായിരുന്നു. ഈ പറയുന്ന IB ഉദ്യോഗസ്ഥയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്കൊക്കെ ആദ്യം തടസ്സങ്ങൾ നേരിട്ടിരുന്നു. എന്ത് തന്നെയാണെങ്കിലും അവസാന നിമിഷം അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥയുടെ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഈ ഉദ്യോഗസ്ഥയുടെ പിതാവ് തന്നെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തന്നെ വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ അവർ പുറത്തു കൊണ്ടുവന്ന പല തെളിവുകളിൽ നിന്നുമാണ് ഈ പറയുന്ന ആളെ മനസ്സിലാക്കിയതും. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം തെളിവുകൾ ഇതിനെതിരെ ലഭിച്ചു. കാരണം ഈ പറയുന്ന IB ഉദ്യോഗസ്ഥ ഗർഭചിത്രം നടത്തിയതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നുള്ളതുണ്ട്. അതായത് ഇവരുടെ ഇരുവരും വിവാഹിതരാണെന്നും വിവാഹം കഴിഞ്ഞു വിവാഹത്തിന്റെ ക്ഷണക്കട്ടടക്കമുള്ള കാര്യങ്ങൾ തെളിവായിട്ട് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ വ്യാജമായി കെട്ടിച്ചമച്ച്, അതായത് വെൽ പ്ലാൻഡ് ആയിരുന്നു ഈ സുകാന്ത്. ഒരു ആളുടെ ജീവിതം നശിപ്പിക്കുക അല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി ഒരാളുടെ ജീവിതം, ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ ഉറച്ചു തന്നെയായിരുന്നു ഇറങ്ങി തിരിച്ചതെന്നുള്ളത് ഇതിനോടകം തന്നെയുള്ള വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ ഇപ്പോഴും എവിടെയാണ് ഈ സുകാന്ത്? എന്തിനാണ് ഇത്രയെല്ലാം കാണിക്കാമെങ്കിൽ നീ പേടിച്ചൊളിച്ചിരിക്കുന്നത്? എന്തിനാണ്? നീ ഒരു IB ഉദ്യോഗസ്ഥനല്ലേ? IB ഉദ്യോഗസ്ഥനായ ഒരു ഗവൺമെന്റ് ജോലിയിൽ, സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിപ്പിച്ചവനല്ലേ? അപ്പോൾ നിനക്ക് യാതൊരുവിധ കൂസലും ഇല്ലായിരുന്നോ തൻ്റെ പൊസിഷനെ പറ്റി അല്ലെങ്കിൽ താൻ ചെയ്യേണ്ട ജോലിയെ പറ്റി? ഇങ്ങനെയായിരുന്നോ നീ പ്രവർത്തിക്കേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകയോട്? അവളിൽ മാത്രം നീ ഒതുങ്ങിയോ? നീ അടുത്ത ആളിലേക്കും പോയി. അപ്പം നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അപ്പോൾ ഇതൊന്നും ആരും അറിയില്ല. സ്വാഭാവികമായിട്ടും പെൺകുട്ടികളുടെ ഒരു നേച്ചറാണ്, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട് കഴിഞ്ഞാൽ ആരോടും ഷെയർ ചെയ്യില്ല എന്ന വ്യക്തമായ ധാരണ നിനക്കും ഉണ്ടായിരുന്നു. നീ അത് കൃത്യമായി ഉപയോഗിച്ചു. ഇവിടെ ഈ കുട്ടി, ഈ IB ഉദ്യോഗസ്ഥ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതേ പേടി കൊണ്ട് തന്നെ പുറത്തറിഞ്ഞു കഴിഞ്ഞാലുള്ള ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് തനിക്ക് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ ഭയന്ന് അവൾ സ്വയം മരണത്തിന് മുന്നിൽ കീഴടങ്ങി. പക്ഷെ അപ്പോഴും അവൾ നിന്നെ വെറുതെ വിട്ടില്ല. അതാണ് ആ കുട്ടി ചെയ്തത്. ഇപ്പോൾ തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ മുൻപ് സംസാരിച്ചതുപോലെ അവൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വിവരങ്ങളൊന്നും ഒരിക്കലും ആരും അറിയില്ലായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം അവൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ലോകം മുഴുവൻ ഈ പറയുന്ന സുകാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ മുഖംമൂടി അഴിഞ്ഞു വീഴാനുള്ള കാരണമായത് ഈ പറയുന്ന IB ഉദ്യോഗസ്ഥ തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം അവളോട് ബഹുമാനം തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും
ഈ മരണം നടന്ന് ഇത്രയും അധികം ദിവസങ്ങളായിട്ടും ഇതുവരെ ഇവനെ പിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പോലീസ് ഭയങ്കര എഫിഷ്യന്റ് ആണ്. പുറത്തുനിന്ന് വലിയ വലിയ പ്രൊഫഷണൽ കള്ളന്മാരെയൊക്കെ ബാങ്ക് കൊള്ളയൊക്കെ നടത്തുന്നവരെയൊക്കെ മണിക്കൂറുകൾക്കങ്ങ് പിടിക്കുന്ന പോലീസിന് എന്തുകൊണ്ടാണ് ഇവനെ പിടിക്കാൻ സാധിക്കാത്തത്? പിന്നെ ഓഫ് കോഴ്സ് അവനൊരു ഇന്റലിജന്റ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ബ്രില്യൻസ് കൂടിയത് കൊണ്ടാണല്ലോ ഈ വൃത്തിയടക്കം കാണിച്ചു വെച്ചിരിക്കുന്നത്. ബ്രില്യൻസ് കൂടുന്തോറും മനുഷ്യത്വം ഇല്ലാതായി മനസ്സ് മരവിച്ചവനെ മാറുമെന്ന് ഇവനൊരു എക്സാമ്പിളായിട്ട് തന്നെ എടുക്കാം. കാരണം നമ്മൾ ചിന്തിക്കുക, ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ല ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറേയൊക്കെ വിനയവും കുറേയൊക്കെ നന്മയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇല്ല, നന്മയുടെ അടയാളങ്ങൾ എല്ലായ്പ്പോഴും വ്യത്യസ്ത തലങ്ങളാണ്. അതിന് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചാൽ മാത്രം പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദാഹരണം. പറയുമ്പോൾ അവരുടെ വീട് നോക്കുക, കന്നുകാലികൾ. ഞാൻ സത്യത്തിൽ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടപ്പോൾ പൗർണമി ഇവരുടെ വീട്ടിലെ വളർത്തു നായ്ക്കൾ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ കഷ്ടപ്പെടുകയാണെന്നൊരു വാർത്ത കണ്ട് ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് പത്തോളം കന്നുകാലികളാണ്. അപ്പൊ ഞാൻ ചെറുത് മുതൽ ഞാൻ പശുത്തൊഴുത്തൊക്കെ ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും നാടനായിട്ടുള്ള ആൾക്കാരല്ലേ. ഇപ്പോഴും എടപ്പാൾ പോലൊരിടത്ത് അച്ഛനും അമ്മയും ഒക്കെ പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുക എന്ന് പറയുമ്പോൾ അത്രയും നൈർമല്യമുള്ള അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്രയൊക്കെ പശുവിനെയൊക്കെ വളർത്തി ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കുന്ന ഒരു നാടനായിട്ടുള്ള ആൾക്കാർ. അവർക്ക് ഇങ്ങനെ പറ്റിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിച്ചോ ഒന്നും ജീവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്താഗതി. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോ. അപ്പോൾ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇവന്റെ അച്ഛനും അമ്മയുടെയും കുഴപ്പം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയി മാറിയത്. അത് ഇവന്റെ ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കണം. കാരണം ഇവൻ ചെറുപ്പം തൊട്ട് സ്കൂളുകളിൽ തൊട്ട് ഇവൻ എങ്ങനെയായിരുന്നു എന്നുള്ള, ഇവനൊരു ഇൻട്രോവേർട്ട് എന്നാണ് പറയപ്പെടുന്നത്. പൊതുവിൽ അങ്ങനെ അവൻ ആൾക്കാരുമായിട്ട് മിങ്കിൾഡ് അല്ല, പൊതുവെ ആൾക്കാരോട് സംസാരിക്കാറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇൻട്രോവേർട്ടുകളെ സൂക്ഷിക്കണം. ദേ ആർ വെനമസ്ലി ഡേഞ്ചറസ് ആണ് അവർ. അതിന് അങ്ങനെയാണ് ശാസ്ത്രം സയന്റിഫിക്കലി അങ്ങനെയാണ് പ്രൂവൺ ആയിട്ടുള്ളത്. സോ ഇവന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. ഇവൻ സ്കൂളിലോ ഈ പറയപ്പെടുന്ന കോളേജിലോ ഇവ പഠിച്ച PG ഉണ്ടെങ്കിൽ PGയിലോ ഒക്കെ ഇവൻ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്തിട്ട് വിട്ടിട്ടുണ്ടോ, വൈകൃതങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന് ഡെഫിനറ്റ്ലി പോലീസ് അന്വേഷിക്കണം. അപ്പം തന്നെ കുഴിമാന്തി എടുക്കണം. ഇവന്റെയൊക്കെ ചരിത്രം മുഴുവൻ കുഴിമാന്തി എടുക്കണം. കാരണം ഇവനൊന്നും ഇനി ഒരിക്കലും പുറത്തിറങ്ങിയാൽ ഒരു പെണ്ണും ഇവനൊന്ന് വിവാഹം കഴിക്കുകയോ ഒന്ന് സ്നേഹത്തോടെയോ പ്രണയത്തോടെയോ നോക്കുകയോ പോലും ചെയ്യരുത്. ആ ലെവലിൽ ആക്കി എടുക്കണം ഇവനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ക്രൂരമായ വൃത്തികേടുകളാണ് ആ മരിച്ചുപോയ IB ഉദ്യോഗസ്ഥ, അല്ല ഇവൻ കൊല്ലപ്പെടുത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അവൻ ആ കൊലയിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് ആ പെൺകുച്ചിനെ തള്ളിവിടുകയായിരുന്നു. അവൻ ആ വെർച്വലി അവിടെ ഉണ്ടായിരുന്നു, ഫിസിക്കലി അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവനുമായിട്ടാണ് ലാസ്റ്റ് കോൾ ചെയ്തിരിക്കുന്നത്. അവനോട് സംസാരിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി റെയിൽപാളത്തിൽ ഒരു മടിയുമില്ലാതെ തലവെച്ച്, നമുക്കറിയാം ട്രെയിൻ ഇടിച്ചുള്ള മരണം അതിദാരുണമാണ്, അതിക്രൂരമാണ്. രണ്ടാമത് തീ കത്തിയുള്ള മരണം, ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന മരണങ്ങളിൽ ഒന്നാണ് ഈ ട്രെയിൻ തട്ടിയുള്ള മരണം എന്ന് പറയുന്നത്. സോ അത്രയും വികൃതമായി പോകും നമ്മുടെ ശരീരം പോലും, ആൾക്കാർക്ക് ചിന്ന ഭിന്നമായി പോകുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും സുന്ദരിയും സുമുഖിയും ഇത്ര ബ്രില്യൻ്റുമായുള്ള പെൺകുട്ടി ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുത്തതിന്റെ കാരണം അവളുടെ മനസ്സിനേറ്റ പ്രഹരമാണ്. അവൾ ഈ പറയുന്ന അബോർഷൻ നടത്തിയിരുന്നു. അവളുടെ ഓഫീസിലെ ആർക്കോ ഇത് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവളും കൂടെ ഓഫീസിലെ കൂട്ടുകാരിയാണോ നമുക്ക് വ്യക്തമല്ല. എന്തോ ഒരു കൂട്ടുകാരിയുമായിട്ട് ചെന്നാണ് ഇത് ചെയ്തത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച മരുന്നുകൾ ചാനലുകളിൽ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതെല്ലാം കണ്ടെത്തിയതിന് മകൾ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള മനസ്സറിയാഞ്ഞ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഫൈറ്ററെ പോലെ, ഒരു പോരാളിയെ പോലെ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹമാണ് മകളുടെ ഈ പറയപ്പെടുന്ന ബാഗിൽ നിന്ന് ഈ ഷീട്ടുകളും മരുന്നുകളും ഈ പറയുന്ന പല ഡോക്യുമെന്റ്സും അവളുടെ ബാഗിൽ തന്നെ അവൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടാണ് അതെല്ലാം അദ്ദേഹം പോലീസിൽ ഏൽപ്പിക്കുകയും മകൾ ഫിനാൻഷ്യലി മാത്രമല്ല ഒരു 10 അവൾ മരിച്ചൊരു 5-6 ദിവസം വരെയും ആൾക്കാർ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ വിചാരിച്ചിരുന്നത് ഫിനാൻഷ്യലി ചൂഷണം ചെയ്യപ്പെടണം. അപ്പോൾ നമ്മളും കേൾക്കുന്ന ആൾക്കാരും ചിന്തിക്കുമല്ലേ, പോകണം ഈ ഫിനാൻഷ്യലി ചൂഷണം ചെയ്യപ്പെട്ടുണ്ടോ, ഓക്കെ പോയത് പോട്ടെ, എന്തിനാണ് എൻ്റെ ജീവിതം കളയുന്നതെന്ന് ചിന്തിക്കും. അപ്പോഴും അവർ ചിന്തിച്ചിരുന്നില്ല മകളിങ്ങനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഗർഭചിത്രത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഹീനമായ ലെവലിലേക്ക് എത്തിയ കാര്യങ്ങൾ. ഓക്കെ, ഒരു ആണും പെണ്ണും തമ്മിൽ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ സംഭവിച്ചു പോയാലും അത് അവളെ അങ്ങനെ എത്തിപ്പിക്കണമെങ്കിൽ ഇവൻ എത്രമാത്രം നീചനായിരിക്കണം. അതും ഒരേ സമയം ഇവന് വേറെ പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതെല്ലാം ഈ IB ഉദ്യോഗസ്ഥ, മരിച്ചുപോയ IB ഉദ്യോഗസ്ഥ കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കള്ള എവിഡൻസ്, വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഇവൻ മാരേജിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടാക്കുക, കള്ളമായിട്ട് ഉണ്ടാക്കുക, വ്യാജമായിട്ട് ഉണ്ടാക്കുക, അത് കാണിച്ചാണ് ഇവര് ഈ പറയപ്പെടുന്ന അബോർഷൻ ചെയ്തതെന്നും പറയപ്പെടുന്നു. അതുമൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവളുടെ അമ്മയ്ക്ക്, അതായത് ഈ പറയപ്പെടുന്ന മരിച്ചുപോയ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇവൻ മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ. അതായത് ഇവർക്ക് അറിയാമായിരുന്നു ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തെ പറ്റി അതറിയാമായിരുന്നു. അത് അച്ഛനോട് ഇവൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവന്റെ അച്ഛനും അമ്മയും ഏത് ലെവലിലാണ് ഇവനെ വളർത്തിയത്, അതോ വളർത്താത്തതിന്റെ ഗുണമാണോ ഇവൻ ഈ കാണിച്ചെന്ന് ചോദിച്ചാൽ ഈ 3 പിടിച്ച് നല്ല പൊട്ടിയിൽ കൊടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. കിട്ടാനില്ലല്ലോ, 3 പേരും എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ചെന്നൈയിലേക്ക് കടന്നെന്ന് പറയുന്നു, അവന്റെ പോണ്ടിച്ചേരിയിലാണ് അവന്റെ. എവിടോട്ട് തന്നെ കടന്നാലും അവരെ പിടിക്കും എന്നുള്ളതിൽ എന്തായാലും നോട്ടീസ് വിട്ടിരിക്കുന്നതുകൊണ്ട് അവൻ പുറത്ത് കടക്കാൻ സാധ്യതയില്ല. എവിടെയും ഒളിച്ചിരിക്കുക തന്നെയായിരിക്കും. കാരണം പുറത്തിറങ്ങിയാൽ ആളുകൾ കാണുമല്ലോ ഇത്രയും വലിയൊരു പാതകം ചെയ്തിട്ടാണ് പോയെന്നുള്ളത്. ഇപ്പൊ എന്താണെങ്കിലും വൈഡ് സ്പ്രെഡ് ആയിട്ട് നല്ല ഒരു പോയിന്റ് കൂടെ പറഞ്ഞു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ അത് കഴിഞ്ഞ
ന്യൂസ് പറഞ്ഞിരുന്നു, അതായത് പോലീസിൽ കീഴടങ്ങാത്ത ആള് കോടതിയിൽ പ്രത്യക്ഷമായി എന്നുള്ള ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. മുൻകൂർ ജാമ്യമൊക്കെ എന്തായാലും തള്ളി പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, തള്ളി പോവുക തന്നെ ചെയ്യട്ടെ. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മകളുമായിട്ടുള്ള ഈ ഒരു റിലേഷന്റെ കാര്യം ഈ പറയുന്ന IB ഉദ്യോഗസ്ഥ തന്റെ അമ്മയോട് ഷെയർ ചെയ്തിരുന്നു. അമ്മയ്ക്ക് ഇത് അറിയാമെന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഈ കുട്ടി ഷാറ്റേഡ് ആവാനുള്ള റീസണും അതാണ്. തന്നോട് പറഞ്ഞ അതേ കാര്യം, അല്ലെങ്കിൽ താനുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പടക്കം ഉണ്ടായപ്പോൾ അത് വെറുതെ പറഞ്ഞതായിരിക്കാം എന്നായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന IB ഉദ്യോഗസ്ഥ വിചാരിച്ചിരുന്നത്. പക്ഷെ തന്റെ അമ്മയെ വിളിച്ചും ഈ വിവാഹം നടക്കില്ല, തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തി ഈ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ ഇതുവരെയുള്ള ഒരു നേച്ചർ വെച്ചിട്ട് ഈ മരണപ്പെട്ട കുട്ടി തീർച്ചയായിട്ടും ഈ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ സുഗാന്തിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ വിശ്വസിച്ച് പല സ്ഥലത്തും കൂടെ പോയിട്ടുള്ളത്. പക്ഷെ എന്ത് തന്നെ ആയാലും അതിനെ ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും കാലാകാലങ്ങളായിട്ട് എത്ര ചെയ്യരുത് എന്ന് പറഞ്ഞാലും ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നു. അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന ആണുങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു ആണിനെ വിശ്വസിച്ച് പെൺകുട്ടികൾ പോകുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് നടന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് സ്വയം പെൺകുട്ടികൾ തന്നെ വിചാരിക്കണം. പക്ഷെ ഇവിടെ അതെല്ലാം സംഭവിച്ചു പോയി. പക്ഷെ അപ്പോഴും അവൾക്കൊരു നേർത്തതായിട്ടെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം. അവൻ എൻ്റെ കൈ വിടില്ല, എന്നെ ജീവിതത്തിൽ ഒപ്പം കൂട്ടുമെന്നൊരു വിശ്വാസത്തിന് പുറത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നതും അവസാനത്തെ ഭീഷണിയിൽ തനിക്ക് താൻ അധ്വാനിച്ച് കിട്ടുന്ന ശമ്പളം മുഴുവനായിട്ട് വരെ അവനെ കൊടുക്കാൻ തയ്യാറായതും. ഇപ്പോൾ നിലവിൽ എന്തായാലും സുഗാന്തിനെ പ്രതി ചേർത്ത് കൂടുതൽ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യം പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ലായിരുന്നു, പിന്നീട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി നടപടികൾ ഇപ്പം മുന്നോട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ തെളിവുകൾ തന്നെ സംഭരിക്കാൻ അവർക്ക് കഴിയും. ഇപ്പോൾ എന്തായാലും ഈ IB ഉദ്യോഗസ്ഥയുടെ പക്കൽ നിന്നും ലഭിച്ച തെളിവുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. അതെന്ത് തന്നെയായാലും ഈ പറയുന്ന സുഗാന്തിനെ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ തെളിവുകൾ വീണ്ടും പുറത്തു വരും. അങ്ങനെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക്, കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്ത് തന്നെയായാലും ഈ പറയുന്ന മരണപ്പെട്ട കുട്ടിക്ക് നീതി ലഭിക്കട്ടെ, അവരുടെ അച്ഛനമ്മമാർക്കും നീതി ലഭിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.